സർക്കാർ ഉദ്യോഗസ്ഥർ സമർപ്പിക്കേണ്ട 2023 പ്രോപ്പർട്ടി റിട്ടേൺസ് ഓൺലൈൻ മുഖാന്തരം സ്പാർക്ക് സൈറ്റിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി www.spark.gov.in എന്ന സൈറ്റിൽ പ്രവേശിച്ച് ഈ സൈറ്റിൽ ആദ്യമായി പ്രവേശിക്കുന്നവരാണ് എങ്കിൽ ഇതിൻ്റെ വലത്തെ സൈഡിൽ ഏറ്റവും താഴ്ഭാഗത്തായി ഉള്ള ഫോർഗോട്ട് പാസ്വേഡ് എന്നുള്ളതിന് താഴെ നോട്ട് രജിസ്റ്റേർഡ് എ യൂസർ യെറ്റ് രജിസ്റ്റർ നൗ എന്നുള്ള ഈ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ലഭിക്കുന്ന പേജിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് സ്പാർക്ക് യൂസർ രജിസ്ട്രേഷൻ ഫോർ ഇൻഡിവിജ്വൽ യൂസർ എന്നുള്ള ഈ പേജിൽ പെർമനൻ്റ് എംപ്ലോയി നമ്പർ, പെൻ നമ്പർ, സർവീസ് ബുക്കിലെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, ആധാർ നമ്പർ, മൊബൈൽ നമ്പർ സ്പാർക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, ഇമെയിൽ അഡ്രസ്, ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, ആ പാസ്വേഡ് കൺഫേം ചെയ്ത് കൊടുക്കുക, വെരിഫൈ ചെയ്യുക, ലഭ്യമാകുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക, തുടർന്ന് സബ്മിഷൻ കൊടുക്കുക. ഇത്തരത്തിൽ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ സൈറ്റിൽ പ്രവേശിക്കണം. വീണ്ടും ഈ സൈറ്റിൽ പ്രവേശിച്ച് പെൻ നമ്പർ യൂസർ കോഡായും പാസ്വേഡും എൻ്റർ ചെയ്ത് തന്നിട്ടുള്ള ക്യാപ്ച എൻ്റർ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്തരത്തിൽ സ്പാർക്കിൻ്റെ എംപ്ലോയി ഇൻ്റർഫേസ് എന്നുള്ള ഈ ഹോം പേജിലേക്ക് പ്രവേശിക്കും. ഇതിൽ ഈ മെസ്സേജ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ഈ പേജിൽ ഏറ്റവും മുകളിൽ ഗവൺമെൻറ് ഓഫ് കേരളയുടെ എംബ്ലത്തിൻ്റെ താഴെയായിട്ട് പ്രൊഫൈൽ അഡ്മിൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാം. ഈ പ്രൊഫൈൽ അഡ്മിൻ എന്നുള്ള ഈ ഓപ്ഷനിൽ കയറുമ്പോൾ അതിൽ കാണുന്ന രണ്ടാമത്തെ പ്രോപ്പർട്ടി റിട്ടേൺസ് എന്ന് പറഞ്ഞ ഈ മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു പേജാണ്. വെൽക്കം എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ 4 സ്റ്റെപ്പുകൾ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, ജനറേറ്റ് ആൻഡ് പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ള പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കുന്നതിൻ്റെ 4 സ്റ്റെപ്പുകൾ ഇവിടെ നമുക്ക് കാണാം. ഏറ്റവും താഴെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സാധാരണ നോർമലായിട്ടുള്ള ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പ്രോപ്പർട്ടി റിട്ടേൺ സമർപ്പിക്കുന്നതിൻ്റെ പേജ് ലഭിക്കും. ഈ പേജിൽ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പെൻ നമ്പർ, പേര്, എക്സ്പാൻഷൻ ഓഫ് ഇനിഷ്യൽസ് തുടങ്ങിയ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. സാധാരണയായി പ്രത്യേകിച്ച് എന്തെങ്കിലും ഫയൽ ചെയ്യേണ്ട നിൽ സ്റ്റേറ്റ്മെൻറ്റാണ് സമർപ്പിക്കേണ്ടതുണ്ട് എങ്കിൽ ഈ പാർട്ട് 1 വേണ്ട രീതിയിൽ എൻ്റർ ചെയ്ത് ഇവിടെ ഡീറ്റെയിൽസ് ഓഫ് പ്രോപ്പർട്ടി എന്നുള്ള ഈ ഭാഗത്ത് വെദർ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അക്വയർഡ് ഓർ ഡിസ്പോസ്ഡ് ഓഫ് ഡ്യൂറിങ് പ്രീവിയസ് ഇയേഴ്സ് അതിൽ യെസ് ഓർ നോ കൊടുക്കുക. ഇല്ല എന്ന് കൊടുക്കുകയാണ് എങ്കിൽ, അതായത് പ്രത്യേകിച്ച് പ്രോപ്പർട്ടി വാങ്ങുകയോ ഡിസ്പോസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എങ്കിൽ ഈ പ്രീവിയസ് ഇയറിൽ പ്രത്യേകിച്ച് കൂടുതലായി ഒന്നും തന്നെ എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കൺഫേം എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. സർട്ടിഫൈഡ് ദാറ്റ് ഡീറ്റെയിൽസ് ഗിവൺ എബവ് ആർ ട്രൂ എന്നുള്ള ഈ സർട്ടിഫിക്കറ്റിൽ ഇവിടെ ടിക്ക് കൊടുത്ത് കൺഫേം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് വരും. പ്രോപ്പർട്ടി റിട്ടേൺസ് പാർട്ട് 1 സക്സസ്ഫുള്ളി ഫയൽഡ്, യു മേ ജനറേറ്റ് അക്നോളജ്മെൻറ്റ് നൗ. ഓക്കെ കൊടുക്കും. ഇത്തരത്തിൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ ജനറേറ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഏറ്റവും മുകളിലെ 4th ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർ യു ഷുവർ ടു ജനറേറ്റ് അക്നോളജ്മെൻറ്റ് എന്നുള്ള മെസ്സേജ് വരും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രോപ്പർട്ടി റിട്ടേൺസ് പാർട്ട് 1ൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി റിട്ടേൺ
സമർപ്പിക്കാം ഓൺലൈനായി.